ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ചൊരയ്ക്ക പരിപ്പ് കറിയാണ്. അതായത് ബോട്ടിൽ ഗാർഡാണ് ചൊരയ്ക്ക എന്ന് വെച്ചാൽ, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അപ്പോൾ ഇത്തിരി പുളിയൊക്കെ ചേർത്ത് പരിപ്പൊക്കെ ചേർത്തിട്ട് ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു കറി ഉണ്ടെങ്കിൽ മതി. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിനായിട്ട് ഏകദേശം ചെറിയ 2 തവി പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് ഒരു 10-15 മിനിറ്റ് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചൊരയ്ക്ക എടുത്തിട്ട് ഇതിൻ്റെ ഔട്ട് സൈഡുള്ള തൊലിയൊക്കെ കളയാം. അപ്പോൾ ഇൻസൈഡ് ഇങ്ങനെയാട്ടോ ഉണ്ടാവുക. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടോ ഞാൻ ഇത്ര ഡീപ്പായിട്ട് പറയുന്നത്. സോ ഇതിൻ്റെ ഈ വിത്തായിട്ട് സ്പോഞ്ചി ആയിട്ടുള്ള ആ ഒരു ഏരിയ നമ്മൾ കത്തി കൊണ്ട് ഒന്ന് റിമൂവ് ചെയ്യാം. ഇത് നമുക്ക് കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട്. സോ ആ ഒരു ഭാഗം നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇനി ഇത് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഈ ഒരു പോർഷനാട്ടോ ഞാൻ പറഞ്ഞത്. സോ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൊരയ്ക്ക ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഞാൻ എരിവ് കുറവായതുകൊണ്ട് 6 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യത്തിന് ഇതിലോട്ട് വെള്ളം ചേർക്കാം. അപ്പം ഞാൻ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. പരിപ്പും കൂടെ വേവാൻ ആവശ്യത്തിന് വേണമല്ലോ, ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ. ഇനി അടച്ചു വെച്ചിട്ട് 3 വിസിലിട്ട് എടുക്കാം. സോ വിസിലൊക്കെ വന്നു. ഇതിൻ്റെ ആവിയൊക്കെ പോയ ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തക്കാളിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഓൾറെഡി വെന്ത് കിടക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ചതച്ച് കൊടുക്കാം. സോ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇനി ഇതിലോട്ട് ഇത്തിരി ജീരകം, 1 സ്പൂണ് കടുകും കൂടെ ചേർത്തിട്ട് നമുക്ക് കടുക് പൊട്ടും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കടുക് മൊത്തമായി പൊട്ടിയതിന് ശേഷം ചതച്ച് വെച്ച വെളുത്തുള്ളി ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, കഴുകിയ വറ്റൽമുളക് 2ആയി പൊളിച്ചിട്ടത്. ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നല്ലോണം പാത്രം ചൂടായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ലോ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിലോട്ട് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം കശ്മീരി മുളകും നല്ല എരിവുള്ള മുളക് പൊടിയും രണ്ടും കൂടെ ചേർത്ത പൊടിയാണ്, 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ആ കൂട്ട് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാം, ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ സ്ലോ ഫ്ലെയിം ആണെങ്കിൽ മീഡിയമിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഇതിലോട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടമുള്ളത്ര പുളി എത്രയാണോ വേണ്ട അതിനനുസരിച്ച് പുളിവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് എരിവ് കുറവായിട്ടാണ്, ഇനി ഇത്തിരി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കഷ്ണം ആക്കിയിട്ടിട്ടാലും കുഴപ്പമില്ല. പിന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. ഈ മുളക് പൊടിയും ഈ നമ്മൾ ലാസ്റ്റ് ചേർത്ത സംഭവവും ഈ കൂട്ടുമായിട്ട് ഒന്ന് സെറ്റായിട്ട് വരണം. അതിനാണ് നന്നായിട്ട് ഈ കറി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഈ ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് നല്ലോണം കഴിക്കാൻ പറ്റും. രസം ഇഷ്ടമുള്ള ആൾക്കാർക്ക്, പരിപ്പ് കറി ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഈ കറി നന്നായിട്ട് ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ ഒരു പപ്പടമോ മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ അറിയാതെ ആദ്യമായിട്ട് കുക്കിംഗ് തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ യൂസ്ഫുള്ളായിരിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ ചോദിച്ചിട്ടാട്ടോ കട്ടിങ് വരെ എങ്ങനെയാണ് ചൊരയ്ക്ക ക്ലീൻ ചെയ്യണം എന്നൊക്കെ പഠിച്ചത്. അപ്പോൾ എല്ലാവരും നിങ്ങളെ കമൻസൊക്കെ എന്നെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം.